നമസ്കാരം. ഞാനിന്ന് ഇവിടെ വന്നതിന് ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, മധ്യപ്രദേശിലെ എൻ്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലക്ക് മറ്റൊരു സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ്. ആ ഗവൺമെൻറ് എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന്. ഞാനതനുസരിച്ച്. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രനെ ചന്ദ്രനെ എന്നെ തടുക്കാനാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് അമ്മാതിരി വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിന് വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? കുറച്ച് നിമിഷത്തേക്ക് നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി അല്ലാണ്ട് ഞാൻ കുറച്ചൊരു സീരിയസ് ആയിട്ട് ഒരു ബഹുമാനമൊക്കെ അറിയാണ്ട് വന്നുപോയി. എനിക്ക് തോന്നുന്നു മിമിക്രിയുടെ ഇതിൽ തന്നെ വളരെ ഒഫീഷ്യൽ ആയിട്ട് പിണറായി സഖാവിനെ കാണിക്കുന്ന ഒരാള് നമ്മുടെ അപ്പു ജോസ് ചേട്ടൻ തന്നെ ആയിരിക്കും അല്ലേ? ഒരു കഴിഞ്ഞ 14 വർഷത്തോളമായിട്ട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം രൂപം അനുകരിച്ചു തുടങ്ങിയതാണ്. 14 വർഷമായിട്ട് ഞാൻ പിണറായി സഖാവായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും അദ്ദേഹം വീണ്ടും വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ ഉമ്മൻചാണ്ടി സാർ വരണമെന്നൊക്കെ നേരത്തെ ആഗ്രഹിച്ച പോലെ. ഇന്നസെന്റ് സർ, അപ്പുചേട്ടൻ പിണറായി സഖാവിനെ ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും നല്ല ആപ്പ് ഫിഗർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും അല്ലാണ്ട് പുള്ളിയുടെ കുറച്ച് വേറെ പല കാര്യങ്ങളും നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ അല്ലേ? എനിക്ക് ഇത് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും അറിയാം. ചില കളികൾ കാണാനും ചില കളികൾ നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ട് യഥാർത്ഥ രൂപത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അധികം ആരും അനുകരിക്കാത്ത ഒരാളെ അവതരിപ്പിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കാപ്പിപ്പൊടി അച്ഛൻ എന്ന പേരിലാണ് അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് പിളകളിയല്ല, കളിതമാശയല്ല. കുടുംബം ഇമ്പമുള്ളത് കുടുംബം, കുടുംബമോ ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാ പറയുക. പിന്നെ പറയും ഒരുമയുണ്ടെങ്കിൽ ഒലക്ക മേലെ കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്ക മേലെ കിടക്കുമെന്ന്. വിവാഹം അഥവാ വെഡിങ്ങും വെൽഡിങ്ങും കേൾക്കുമ്പം ഒരുപോലെയാണെങ്കിലും വലിയ വ്യത്യാസമാണ്. വെൽഡിംഗ് എന്ന് പറയുമ്പം ആദ്യം അതിന് തീയുണ്ടാകും, പുകയുണ്ടാകും, പൊട്ടലുണ്ടാകും, ചീറ്റിലുണ്ടാകും. അത് കഴിയുമ്പം അതങ്ങ് സെറ്റാവും. എന്നാൽ വെഡിങ് എന്ന് പറയുന്നത് നേരെ മറിച്ചാ. വീട്ടുകാര്, കൂട്ടുകാര്, സ്വന്തക്കാര് എല്ലാവരും കൂടി ചേർത്ത് വെച്ച് സെറ്റ് ചെയ്യും. പിന്നീട് അവരുടെ ജീവിതത്തിൽ മൊത്തം തീയായിരിക്കും, പുകയായിരിക്കും, പൊട്ടലായിരിക്കും, ചീറ്റിലായിരിക്കും. ഇതാ വലിയ വ്യത്യാസം. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ശ്രീ ലാലു അലക്സ്. പല മിമിക്രിക്കാരും മിമിക്രി തുടങ്ങുന്നതിന് ലാലു ചേട്ടനെ അനുകരിച്ചിട്ടാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയലോഗാണ് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. സാറേ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് കോളേജ് പഠിക്കൽ വെച്ച് പ്രിൻസിപ്പൽ അച്ഛനെതിരായി മുദ്രാവാക്യം വിളിച്ച ഒരു ഗുസ്തിക്കാരൻ കൊച്ചനെ? അതേക്കുറിച്ചുള്ള ഫോട്ടോയും വാർത്തയും പത്രത്തിൽ വന്നപ്പോ തന്നെ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, ആ കൊച്ചൻ കൊള്ളാമല്ലോടാ തൊമ്മി, അവനെയും വിളിച്ചോണ്ട് ചരൽക്കുന്നിലെ യോഗസ്ഥലത്തേക്ക് വായൻ. എന്നെ മാത്രം വിശ്വസിച്ചെന്ന് അവൻ എന്റെ കൂടെ വന്നു. അന്ന് 2 കൈകളും നീട്ടി അവനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അവൻ എത്തിക്കാവുന്നിടത്തോളം ഉയരങ്ങളിൽ ഞാൻ എത്തിക്കുമെന്ന്. എന്നിട്ടും നിങ്ങളിപ്പോ എന്റെ കൊച്ചിനെ നിറഞ്ഞ സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളെ കരുസാറെന്ന് വിളിക്കുന്നത്. എന്റെ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാ ഞാൻ ആ പേര് മാറ്റി വിളിക്കും. പാർട്ടിയും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അടുത്തതായിട്ട് ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ ഗംഭീര വേഷം ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് വിനായകൻ. വിനായകന്റെ ഓപ്പറേഷൻ ചാവ എന്ന ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡയലോഗ്. എന്റെ കൊച്ചു സ്കൂളിൽ പോയി നിർത്തി സാറേ, അവളിപ്പോ പെങ്ങളുടെ വീട്ടിലാണ്. അവൾക്ക് വീട്ടിലോട്ട് വരാൻ പേടി, അവളുടെ അമ്മയുടെ കൂടെ താമസിക്കാൻ പേടി, അറപ്പ്. ആരെന്ത് പറഞ്ഞാലും എന്റെ ഭാര്യയിലൊന്നും എനിക്കറിയാം സാറേ. എന്റെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കയറി ഇറങ്ങണ. ഇനി ഞാനും തന്നെ ചെയ്യേണ്ടത് സാറ് പറ, ഡൽഹിക്ക് പോണ, ബോംബെക്ക് പോണ, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ട സാറേ. അടുത്തതായിട്ട് പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ ക്ലിക്കായ ഒരു താരമാണ് വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ടിന്റെ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു പുതിയ ഡയലോഗ്. തനിക്ക് ഷർട്ട് തുന്നാൻ അറിയോ? പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്യും. അപ്പൊ തനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ തനിക്ക് അറിഞ്ഞൂടാ. ഇനി ഒരുപാട് ഇവിടെ കിടന്ന ഓവർ സ്മാർട്ട് കളിച്ച് കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കിടിലൻ കോറിയോഗ്രാഫേഴ്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് തന്നെ പിടിച്ച് എനിക്ക് ഏറ്റവും അടിക്കും. മനസ്സിലായ? എന്നാ പോയിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് നോക്കി.
നമ്മുടെ മിമിക്രിക്കാർക്ക് അഭിമാനമായിട്ട് ആദ്യമായി ദേശീയ അവാർഡ് കേരളത്തിൽ കൊണ്ടുവന്ന താരമാണ് സലീം കുമാർ. ആഹാ. അപ്പൊ നാദിക്കാടെ കട്ടപ്പനയിലെ ഋതികൃഷ്ണൻ എന്ന സിനിമയിലെ സലീം കുമാറിന്റെ ഒരു ഡയലോഗ്. നിനക്കറിയില്ല നിന്റെ വ്യാപനെ കട്ടപ്പന സ്വന്തം വിരിയത്തും നേരത്ത് 10 പേര് വയറ് പറ്റിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ചോടൊന്ന് പോയപ്പോ ആ പൂച്ചാടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് പാലത്ത് കയറിച്ച് വയറ്റിൽ ഇക്ലി കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കോട്ടപ്പുള്ളിയിട്ട് കറി വെച്ച മരം കൊത്തി മോരനാണ് നിന്റെ മ്യാമൻ അഥവാ അതിന്റെ നാറിയ അളിയൻ. കേട്ടോ താങ്ക് യു. രക്ഷയില്ല. അടുത്തത് ചെമ്പൻ വിനോദ്. പ്രേമിക്കണ സമയത്ത് നമ്മള് പ്രേമിക്കുന്ന പെണ്ണായിരിക്കും ലോകത്തിലെ ഏറ്റവും സുന്ദരി. അവളുടെ വാവലിയെ പോലത്തെ മൂക്കും ഇടപ്രഭാന്റെ വലിച്ചൊളിച്ച് കൊണ്ടും കോങ്കണ്ണിനും ഒക്കെ അപാര സൗന്ദര്യമായിരിക്കും. അപ്പൊ ഈ ലോകത്ത് മറ്റെന്തോ ആർക്കും ഇല്ലാത്ത സാധനം വെക്കുന്നുണ്ടെന്ന് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് തോന്നും. സത്യം പറഞ്ഞാ പെണ്ണിനല്ലടാ പ്രണയത്തിനാണ് താല്പര്യം. കേരളത്തിലെ ഏറ്റവും കറക്റ്റായിട്ട് ജനാർദ്ദൻ ചേട്ടനെ അനിയിരിക്കുന്ന ഒരാളാണ് നസീർക്ക. നസീർക്കയെ കുറിച്ചിട്ട് വളരെ തമാശയ്ക്ക് ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗാണ്. ഈ കോട്ടയം നസീറത്ത് പറയുന്നവരുണ്ടല്ലോ, അവരെന്നെ അനുകരിച്ച് കോട്ടയം മൊത്തം വാങ്ങിക്കൂട്ടി. എന്താ വല്ലപ്പോഴും കാണുമ്പോ ഇന്ത ചേട്ടാ ചായ കുടിക്കാറെന്ന് പറഞ്ഞൊരു 5 രൂപ തരുകയില്ല. താങ്ക് യു. അവസാനമായിട്ട് സുനിൽ സുഗത ചേട്ടനെ അനുകരിക്കുകയാണ്. നമുക്ക് പല ആളുകൾക്കും എന്താണ് സുഗത എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ സുഗത എന്താണെന്ന് സുനിലേട്ടൻ പറഞ്ഞൊരു ഡയലോഗ്. സുഗത എന്ന് പറഞ്ഞ എൻ്റെ വീടിൻ്റെ പേരാണ്. അപ്പോൾ സുഗത എന്ന് പറഞ്ഞ ആക്ച്വലി ഒരു സംസ്കൃത പദമാണ്. സുഖദായകം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ പേരങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്തൊക്കെ സുനിൽ എന്നുള്ള പേര് ഭയങ്കര കോമൺ ആയിരുന്നു. അപ്പോൾ ഒരേ ക്ലാസ്സിൽ തന്നെ 5-6 സുനിലുണ്ടാവും. അപ്പോൾ നമ്മൾ നാടകത്തിൽ വന്നപ്പോൾ രഞ്ജിത്ത് പേരിൽ എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ എൻ്റെ വീടിൻ്റെ മുകളിൽ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട് സുഗതാന്ന്. അപ്പം ഞാൻ നാടകത്തിൽ കോസ്റ്റ്യൂം ചെയ്തിരുന്നു. അപ്പോൾ അയാൾ ഒരു ദിവസം നോട്ടീസിൽ എഴുതി വെച്ചു സുനിൽ സുഗതാന്ന്. പിന്നെ എൻ്റെ പേര് അങ്ങനെയായി.